നമസ്കാരം. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായി കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആവാനുമുള്ള ഒരു ഓപ്ഷനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ചില ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറില്ല, ചില ആൾക്കാർക്ക് അതൊരു ശീലമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല. പക്ഷേ ചില ആൾക്കാർ അതൊരു ശീലമാക്കിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടാവും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം, അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം എങ്ങനെയാണ് ഉറപ്പാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 മികച്ച കുട്ടികൾക്കായുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ബോസ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ PPF. PPF കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. കുട്ടികൾക്കായുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്ത സമയത്ത് PPF എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ഓപ്ഷനാണ്. ഇതൊരു ലോങ് ടേം ഗവൺമെന്റ് ബാക്ക്ഡ് സപ്പോർട്ടാണ്. അതായത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുള്ള, സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള, സുരക്ഷിതത്വമുള്ള 15 വർഷത്തെ കാലയളവിൽ നിക്ഷേപിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. നമുക്കറിയാം, പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ അത് എംപ്ലോയീസിന് മാത്രമുള്ള ഒരു പ്രോവിഡന്റ് ഫണ്ടാണ്. കുട്ടികൾക്കായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ പറ്റി നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് തീർച്ചയായും പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മികച്ച ഓപ്ഷനാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ മികച്ച പലിശ നിരക്കാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ആനുവലിയാണ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്. 7 മുതൽ 8% ഇതിന്റെ പലിശ നിരക്കായിട്ട് ലഭിക്കുന്നത്. അതുകൂടാതെ സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റും ഇതിൽ നിന്നും ലഭിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ 1 വയസ്സുള്ള കുട്ടിക്കായി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 15 വർഷം ആവുമ്പോഴേക്കും വളരെ മികച്ച ഒരു കോമ്പൗണ്ട് അതിൽ നിന്നും നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് തുക എന്ന് പറയുന്നത് 500 രൂപ പ്രതിവർഷം, ഏറ്റവും കൂടിയ തുക 1.5 ലക്ഷം രൂപയുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 വയസ്സുള്ള ഒരു കുട്ടിക്ക് 1.5 ലക്ഷം വെച്ച് പ്രതിവർഷം നിക്ഷേപിച്ച് തുടങ്ങുന്ന സമയത്ത് 15 വർഷ കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് 7 മുതൽ 8% പലിശ നിരക്കിൽ വളരെ മികച്ച ഒരു കോർപ്പസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇത് കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക്, കുട്ടിയുടെ ഉപരിപഠനം പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ കുട്ടികൾക്കായുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ 5ാം സ്ഥാനത്ത് വരുന്ന ഓപ്ഷനാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ PPF. സുകന്യ സമൃദ്ധി യോജനയാണ് 4ാം സ്ഥാനത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ബോസ്വാല മലയാളം ചാനലിൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള നിക്ഷേപ ഓപ്ഷനാണ് സുകന്യ സമൃദ്ധി യോജന. ശ്രദ്ധിക്കുക, ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു നിക്ഷേപ ഓപ്ഷനാണ്. പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കേന്ദ്ര സർക്കാർ സ്കീം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിവർഷം 8.2% ഇതിന് പലിശ നിരക്ക് ലഭിക്കുന്നത്. വളരെ മികച്ച ഒരു പലിശ നിരക്ക് തന്നെയാണ് സുകന്യ സമൃദ്ധി യോജന. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിനേക്കാൾ കൂടിയ പലിശ നിരക്കാണ് സുകന്യ സമൃദ്ധി യോജനയിൽ ലഭിക്കുന്നത്. അതുകൂടാതെ ഇൻകം ടാക്സ് സെക്ഷൻ 80C പ്രകാരം ടാക്സ് ബെനിഫിറ്റും ഇതിൽ നിന്നും ലഭ്യമാകും. പോസ്റ്റ് ഓഫീസിലും അതുപോലെ തന്നെ അംഗീകൃത ബാങ്കുകളിലും സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഡേറ്റ് തൊട്ട് 21 വർഷം കഴിഞ്ഞ സമയത്താണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുന്ന സമയത്ത്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതുകൂടാതെ സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും കിട്ടുന്ന പലിശ എമൗണ്ടിന് യാതൊരു തരത്തിലുള്ള ടാക്സും നൽകേണ്ടതില്ല എന്നത് ഈ ഒരു സ്കീമിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സോ നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ, വളരെ മികച്ച ഒരു നിക്ഷേപ ഓപ്ഷൻ തന്നെയാണ് സുകന്യ സമൃദ്ധി യോജന. നിങ്ങളുടെ കുട്ടികൾക്കായുള്ള മറ്റൊരു നിക്ഷേപ ഓപ്ഷൻ എന്ന് പറയുന്നത് SIP വഴിയുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നിക്ഷേപ ഓപ്ഷനായി SIP മാറിയിരിക്കുന്നു. കാരണം വളരെ മികച്ച റിട്ടേൺ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റിസ്ക് എലമെന്റ് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും വളരെ മികച്ച ഒരു റിട്ടേൺ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കോമൺ ആയിട്ട് SIP ഓപ്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ കുട്ടികൾക്കായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് പറയുന്ന സമയത്ത് SIP എന്ന് പറയുന്നത് മികച്ച ഓപ്ഷൻ തന്നെയാണ്. ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 മുതൽ 14% വരെയാണ് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. മിനിമം 500 രൂപ നിങ്ങൾക്ക് പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾക്കായി SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ലോങ് ടേമിലേക്കായിരിക്കും ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് നമ്മൾ SIP ചെയ്യുമ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിലെ റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്പം കൂടുതലാണ്. പ്രധാനമായിട്ട് ലോങ് ടേം ഗോളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് SIP ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, മാരേജ്, അതുപോലുള്ള കാര്യങ്ങൾക്ക്, കുട്ടികളുടെ വിദൂര ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. കുട്ടികൾക്കായി നിങ്ങൾ SIP തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ചൈൽഡ് സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ പേരിൽ തന്നെയാണ് SIP ചെയ്യുന്നത്, പക്ഷേ കുട്ടിയുടെ ഭാവി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് ആ ഗോളിൽ ഫോക്കസ് ചെയ്യുക.
ചെയ്യുക. നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള എലമെന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇക്വിറ്റിയുടെയോ ഹൈബ്രിഡ് ഫണ്ടുകളുടെയോ മിക്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ചൈൽഡ് എഡ്യൂക്കേഷൻ ആൻഡ് യൂലിപ് പ്ലാൻസ് ആണ് കുട്ടികൾക്കായുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ധാരാളം ചൈൽഡ് പ്ലാനുകൾ അവൈലബിൾ ആണ്, അതായത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്. ഇത് ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും. ഇതിന് പ്രധാനമായിട്ടും ഡ്യുവൽ ബെനിഫിറ്റ്, അതായത് രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റ് ഇതിൽ നിന്നും ലഭിക്കും. ഒന്ന് പാരന്റിനുള്ള ലൈഫ് കവറേജ്, അതുകൂടാതെ കുട്ടിയുടെ ഭാവിക്കായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസും ഇതിൽ നിന്നും അവൈലബിൾ ആവും. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസ സമയത്തായിരിക്കും ആയിത്തീരുക, അതായത് 18 or 21 വർഷം ആവുമ്പോഴേക്കായിരിക്കും ഇതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തിയിട്ടുണ്ടാവുക. സെക്ഷൻ 80C ആൻഡ് 10D പ്രകാരം ടാക്സ് ബെനിഫിറ്റും അവൈലബിൾ ആണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യൂലിപ്പിന്റെ ചാർജുകൾ കുറച്ച് അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ 10 വർഷമോ അതിന് മുകളിലോ ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ യൂലിപ്പ് തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സോ നിങ്ങളുടെ കുട്ടികൾക്കായുള്ള 5 ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പ്ലാനുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചും നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് അനുസരിച്ചും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചും നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും മികച്ച പ്ലാനുകൾ തിരഞ്ഞെടുക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും പ്ലാൻസിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായും രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാരണം അവരും അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകട്ടെ. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബോസ്വാല, ബി ദ ബോസ്.